டாக்டர் இவ உடம்புக்கு எப்படி இருக்கு? இம்ப்ரூவ்மென்ட் இருக்கு. தேங்க்ஸ். நிஷா நிஷா டவுன் நிஷா. ബഹളം വയ്ക്കണ്ട, ഇത് ആശുപത്രിയാണ്. നിന്നെ പോലെ വേദന അനുഭവിക്കുന്ന പല വികലാംഗരായ രോഗികളും ഈ വാടി കിടക്കുന്നുണ്ട്. എന്തിനാടാ നീ എന്നോട് ചതി ചെയ്തത്? നിന്നോടുള്ള അമിത സ്നേഹം കൊണ്ടല്ലടാ. എന്നെ കൊല്ലാനല്ലേടാ തേവർമാരുടെ മുന്നിൽ എന്നെ ഇട്ട് കൊടുത്തത്? നിന്നോട് ആരെ പറഞ്ഞ മങ്കിക്കാപ്പ് വെച്ചിട്ട് വരാൻ? നിന്റെ തന്ത. അമ്മേ, അപ്പൊ നീ മരിച്ചുപോയ ആത്മാക്കളെ കണ്ടു തുടങ്ങിയോ? വെറുതെ അല്ല നിന്റെ അടുത്ത് വന്നപ്പോ ഒരു 16 അടിയന്തരത്തിന്റെ മണം. ഉണ്ണീഷ്ണ, നിന്റെ സമയം അടുത്തു തുടങ്ങിയടാ. ഇതിനൊക്കെ നീ എണ്ണി അനുഭവിക്കോടാ. അത് സാരില്ല കേട്ടോ. പിന്നെ ഫ്ലാസ്കിൽ ഇതേ കണ്ണൻ ദേവൻ ചായ, പിന്നതേ നിനക്ക് ഇഷ്ടമുള്ള ആപ്പിള്, പിന്നതേ മുന്തിരി. എന്താ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിച്ചോളാം. ആഹാരത്തിന് ഒരു കുറവ് വരുത്തരുത് കേട്ടോ. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി ചെയ്യാമോ? എന്താടാ? എനിക്ക് കുറച്ച് പായസം വാങ്ങിച്ചു തരാമോ? പായസോ? പായസം അല്ല, പായസം, വിഷം. നിനക്ക് നിർബന്ധമാണെങ്കിൽ നാളെ രാവിലെ വരുമ്പോ കൊണ്ടുവരാം. ഏത് ക്വാളിറ്റിയാ വേണ്ടേ? ടിക് 20 വേണോ, പനാമർ വേണോ, എലിപ്പാഷാണം വേണോ, ഏതാ വേണ്ടേ? അയ്യോ, സമയം ഇപ്പൊ തന്നെ വളരെ വൈകി. എന്നെ കണ്ടില്ലേ സീതയ്ക്ക് ഭയങ്കര വിഷമാ. അപ്പൊ ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഈശ്വര, കുതിരേ ഓ കുതിരേ തേവർ കുതിരേ ടക്ക് 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 നട കുതിരേ ഓ ഹോ ഹോ ഓ ഹോ ഹോ ലാ 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 ടക്ക് 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 നട കുതിരേ ഓ കുതിരേ. പോണ്ട കുതിര അവിടെ നിൽക്ക്. ഓ எதுக்கு வண்டி நிறுத்துன? சீதமா தானே வண்டி நிறுத்த சொன்னீங்க. நான் சொன்னது உன் பாட்ட, வண்டி இல்ல. கலாபோது இல்லாத குதிரை. என்னது? அது ஒண்ணிலாமா, கொஞ்ச நாளா நம்ம குதிராவுக்கு உடம்பு ரொம்ப சரியில்ல, அதான் சொன்ன. கலைஞானம் இல்லாததா? நீ சொன்னது என்னையே இல்ல குதிரையா? അമ്മേ, അയ്യോ സീതാമ്മക്ക് മലയാളം അറിയോ? நல்லா தெரியும். അയ്യോ, എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? എന്നെ മன்னிச்சிரமா. மன்னிக்கிறதா? நீ எல்லாம் ஒரு மனுஷன் தானா? ஆமாங்க, நான் உத்தம புருஷ. ஏதாவது சந்தேகம் இருக்கா? வாயை மூடு. நேத்து உன்னால தானே அவர் அடி வாங்கினாரு. തന്താനാ. ஏன் பேசாம இருக்க? അവൻ അത് കിട്ടിയ പോരാ, അവനെ കൊല്ലേണ്ടതായിരുന്നു. அவரு உன்ன போல ஒரு மலையாளி தானே, அப்படியே அவரை பார்த்தா உனக்கு பிடிக்க மாட்டேங்குது? മലയാളി ആയാലും തെലുങ്കനായാലും തെറ്റ് ചെയ്താ തെറ്റ് തന്നെയാ. പൊറുക്കാൻ പറ്റണോ തെറ്റണോ അവൻ ചെയ്തത്? അതും തേവർ പ്രദേശത്തിന്റെ അരുമ തങ്കച്ചോട്. പിന്നെ മലയാളി ആയതുകൊണ്ട് മാത്രമാ ഞാൻ അവനെ ആരും അറിയേണ്ട ആശുപത്രിയിൽ എത്തിച്ചു. എന്ത് ആശുപത്രി? ദന്താശുപത്രി അല്ല, ഇവിടെ അടുത്തുള്ള ഒരു ആശുപത്രിയാ. ആ, എന്തായാലും ചാകാൻ വഴിയില്ല. വണ്ടി ഇട്. அந்த பூக்கடை தெருவுக்கு போ. ஒரு ரோசாப்பூ பொக்கை வாங்கிட்டு வா. ഇതമ്മ ബൊക്കെ. நேரா ஆஸ்பத்திரிக்கு போ. எதுக்கம்மா? எனக்கு அவரை பார்க்கணும், மன்னிப்பு கேட்கணும். ஐயோ, என்ன இந்த விஷயம் எஜமானுக்கு தெரிஞ்சு போச்சுன்னா ஏன் உடம்பு மேல தலை இருக்காதம்மா? அப்படி போனாலும் பரவாயில்ல, உன் ஃப்ரெண்டுக்காக தானே. என்னம்மா நீங்க சொன்ன? அவன் எனக்கு ஃப்ரெண்டா? பொன்னுச்சாமி, எனக்கும் கொஞ்சம் மூளை இருக்கு. என்கிட்ட இதுக்கு நாடகம் ஆடுற என்ன?
பதிலே இல்ல. மன்னிச்சிருங்கம்மா. உன்னீஷ் என்னோட ஃப்ரெண்டு தான். அவனுக்காக தான் நான் இதெல்லாம் செஞ்சேன். அவன் உங்க மேல அவ்வளவு உயிர் வச்சிருக்கிறாரு. அன்னைக்கு உங்களை பாக்குறதுக்கு அவன் வீட்டுல வந்தல, நான் சொல்லித்தான் அவன் வந்தேன். அவங்க தப்பா எடுத்துலன்னா நான் ஒரு விஷயத்த சொல்லட்டுமா? என்ன? இந்த பொக்கையை நானே எடுத்துட்டு ஹாஸ்பிட்டல்ல போய் உங்களுக்காக நானே மன்னிப்பு கேட்கிறேன். போதுமா? அண்ணே, இந்த பெட்ல ஆளாங்க பிரச்சனை தெரியாத என்னன்னா இதெல்லாம் நீங்க தெரிஞ்சிருக்க வேண்டியதானே. உண்ணி എന്താടാ ആ തേവർമാര് വീണ്ടും വരുന്നുണ്ടോ എന്നെ ഇടിക്കാൻ? ഒരു തേവർമാര് ഇപ്പൊ ഇങ്ങോട്ട് വരില്ല, നീ പേടിക്കണ്ട. ഞാൻ കാര്യം പറട്ടെ, ഇത് നിനക്കാ. ഞാൻ മരിച്ചെന്ന് കരുതി എന്റെ ശവത്തിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ വന്നതായിരിക്കും. ഇത് റീത്തല്ലടാ, പിന്നെ പ്രേമരോഗികളുടെ നെഞ്ചത്ത് വയ്ക്കണ ആശ്വാസ പൂക്കളാ. ഇതെന്താന്ന് നിനക്ക് മനസ്സിലായോ? പൂക്കളാണെന്ന് നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇതിന് വേറെ പേരുണ്ട്. ഹൃദയം. ഹൃദയം? ആ, സീതയുടെ ഹൃദയം. ഹൃദയം ദേവാലയം. എടാ അളിയ, നിനക്ക് തരാൻ വേണ്ടി സീതമ്മ തന്നു വിട്ടതാ. എന്നിട്ട് സോറി എന്ന് പറയാനും പറഞ്ഞു. അടുത്ത കെണിയായിട്ട് ഇറങ്ങിയിരിക്കാണല്ലേ? നിനക്ക് എന്നെ വിശ്വസിക്കാം. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളികളെല്ലാം കളിച്ചത്. നിന്റെ വീരസാഹസ്യത കൊണ്ടോ ഈ ആവറേജ് സൗന്ദര്യം കൊണ്ടൊന്നും സീതമ്മയെ സ്വന്താക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. മാനസികമായും ശാരീരികമായും ഒരുപാട് വേദനകൾ നീ അനുഭവിച്ചു. നിന്റെ മനം കവർന്ന തേവർപ്പെണ്ണിനെ സ്വന്താക്കാൻ വേണ്ടി വളരെ ക്രൂരമായ ഒരു ക്ലൈമാക്സ് തന്നെ എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നു. സഹതാപ തരംഗത്തിലൂടെ മാത്രമേ നിനക്ക് അവളെ സ്വന്താക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. സത്യമാണോ നീ പറയുന്നത്? മരിച്ചുപോയി എന്റെ അമ്മച്ചാണ് സത്യം. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയല്ലോടാ കൊച്ചാപ്പി. നീ എന്നല്ല, ആരായിരുന്നാലും ഈ സാഹചര്യത്തിൽ തെറ്റിദ്ധരിച്ചു പോകും. എന്റെ തൊണ്ട വരളുന്നു. അയ്യോ, എവിടെ വളർന്നേ? വളരുന്നു എന്നല്ല, വരളുന്നു. അത് സന്തോഷം കൊണ്ടാ. അതുകൊണ്ടൊന്നുമല്ല, രാവിലെ തൊട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. അയ്യോടാ, അന്ന് ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. വെച്ച് കള്ള ക്ലാസ്. சீதம்மா, சீதம்மா, சாப்பிடுறதுக்காக அங்க எல்லாரும் உங்களுக்காக காத்துட்டு இருக்காங்க. எனக்கு சாப்பாடு வேண்டாம். ஏ? எனக்கு உடம்பு சரியில்லை. என்னம்மா, என்ன ஆச்சு? ஒண்ணும் இல்ல, எனக்கு சாப்பாடு வேண்டாம்னு அண்ணனுக்கு கிட்ட சொன்னா போதும். ஐயா, நம்ம சீதம்மா எங்க? சீதம்மாவுக்கு சாப்பாடு வேண்டாம்னு சொல்லியாச்சு. ஏன்? உடம்பு சரியில்லையா? எனக்கு உடம்பு சரியில்லை. சீதா, உனக்கு என்னம்மாச்சு? ஒண்ணும் இல்லண்ணே. அப்படியான வந்து சாப்பிடுக்கணும். வேண்டாண்ணே, எனக்கு தலைவலிக்குது. ஐயோ, தலைவலியா? ஏய், டாக்டர் ஃபோன் பண்ணி கூப்பிடுறா. வேண்டாண்ணே, சின்ன தலைவலிதான். கொஞ்சம் தூங்கினா சரியாயிடும். சரி சரி சீதா, வந்து தூங்கம்மா. வாமா கண்ணு, வா. வா. ஐயோ, எனக்கு ஒண்ணும் இல்லண்ணே, நீங்க எல்லாம் போய் சாப்பிடுங்க. அப்படி சொல்லாதடா கண்ணா, நீ சாப்பிடாம எப்படிடா எங்களால சாப்பிட முடியும்? நிஜமா எனக்கு சாப்பாடு வேண்டாண்ணே. கொஞ்சம் சாத்துக்குடி ஜூஸாவது. ஐயோ, அவள தூங்க விடனே. தூங்குற எல்லாம் சரியா போயிடுனே. ஆமா, தூங்கம்மா. படுத்துக்கம்மா. நான் படுத்துக்கிறேன். என் கண்ணல்ல போதுங்க. போங்கண்ணே. தங்கச்சி, நான் இங்க உட்காரட்டுமா? அண்ணே ப்ளீஸ் அண்ணே. சரி சரி, படுத்துக்க கண்ணா. കല്യാണ വീരൻ കുടുങ്ങി, കല്യാണ വിരുദ്ധന്റെ തട്ടിപ്പ്, കല്യാണ തട്ടിപ്പുകാരനെ ജനങ്ങൾ കയ്യേറ്റം ചെയ്തു.
എന്നൊക്കെ പത്രത്തിൽ കാണുമ്പോൾ എൻ്റെ അച്ഛനെയാണ് എനിക്ക് ഓർമ്മ വരിക. ഈ കാലഘട്ടത്തിലും ഒരു അറബിക്കഥയിലെ സുൽത്താനെ പോലെ വാഴുക മൂപ്പര്. ഭാര്യമാരെ അടക്കി വാഴുന്ന ഒരു സുൽത്താൻ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? எதுக்கு உங்க அப்பா செஞ்ச தப்புக்கு நீங்க என்ன பண்ண முடியும்? ஆனா நீங்களும் உங்க அப்பா மாதிரி பண்ணீங்கன்னா இத பாருங்க, நான் தேவர் பொண்ணாக்கும். ഓ, ഒരു തേവർ പൊണ്ണ്. ആ, തേവരെന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. സീതയുടെ അണ്ണന്മാരുടെ സമ്മതത്തോടുകൂടി നമ്മുടെ വിവാഹം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? நடக்கவே நடக்காது. അപ്പൊ அத பத்தி பேசுறதுக்கு தான் நான் உங்களை இங்க வர சொன்னது. അതെ, ഇങ്ങനെ സംസാരിച്ച് സമയം കളയാണ്ടേ വല്ല കിസിങ്ങോ പിസിങ്ങോ ഒക്കെ നടത്തിക്കോടാ. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവിടെ അങ്ങോട്ട് നിന്നോളാം. ദേ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞോ, കുറച്ച് വൈകി തേവർമാരെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അരിഞ്ഞ് ഉപ്പിലിട്ട് ഭരണിയിലാക്കി കൊച്ചാപ്പി അച്ചാർന്ന് പറഞ്ഞ് വിപണിയിൽ ഇറക്കും. ഒരു 5 മിനിറ്റ്. അല്ല, കല്യാണത്തിന്റെ കാര്യം എങ്ങനെ പ്ലാൻ ചെയ്യാന്നാ സീത പറയണേ? எப்படி பிளான் பண்றதுன்னு எனக்கு தெரியல. ரொம்ப லேட் ஆச்சுனா பிரச்சனை ஆயிடும். പ്രശ്നോ? எங்க மாமி அடுத்த வாரம் எனக்கு ஒரு கல்யாண ஆலோசனையோட வர்றாங்க. ഏത് മാമി? எங்க அப்பாவோட தங்கச்சி அலமேலு அம்மா. அவங்க பேரு கேட்டாலே எங்க அண்ணன்கள் எல்லாம் பயப்படுவாங்க. எந்த ஒரு விஷயமா இருந்தாலும் அவங்கள கேட்டுதான் செய்வாங்க. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വിഷയം അലമേലും അമ്മായിയുടെ അടുത്തൊന്ന് അവതരിപ്പിച്ചാൽ. ஐயோ, நான் சொல்ல மாட்டேன். எனக்கு பயம். காதல் கீதல்னா எங்க மாமி கொஞ்சம் கூட பிடிக்காது. ஒரு சினிமா பார்க்க கூட என்ன வெளியே அனுப்ப மாட்டாங்க. அப்படின்னா நம்ம விஷயம் சொன்னா எப்படி இருக்கும்? മാമിക്ക് കുറച്ച് വിഷം കലക്കി കൊടുത്താലോ? അത് നല്ല ഐഡിയ. ஏய், மாமி பத்தி அப்படி எல்லாம் சொல்லாத. അതെ, ഈ അലമേലിനും പുലിവാലിനൊക്കെ എനിക്ക് വിട്ടതാ. ഇവരൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. വേണമെങ്കിൽ മാമി ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കൊല്ലംകോട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞാൻ നടത്തി തരും. ഇന്ത്യ പോരെ? கோவிலுக்கு போனதுக்கு அப்புறம் சீதாவை கூட்டிட்டு நீ எங்கடா போன? ஐயா, நான் எங்கேயும் போகலையா. நேரடி இங்கத்தான் வந்தையா. இங்கத்தான் வந்தியா? அம்மையா, என்கிட்டயே போய் சொல்றேன். போய் சொல்லல ஐயா, உண்மையை சொன்னையா. ஐயோ, எங்கடா போனா? കൈ വേദനെടുക്കുന്ന സീതയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിളിച്ചിട്ട് വേണം ഉണ്ണീഷ, അല്ലെങ്കിൽ അപകട. വേപ്പോ, ഞാൻ ഇവിടെ നിന്നോളാം. ചെല്ലടാ. സീതേ, என்னங்க? ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്ക് നാട്ടിലേക്ക് പോവാം. കൂടുതൽ ആലോചിക്കാൻ സമയമില്ല. വേഗം ഇറങ്ങി വാ. വാ.
വിട്ടുപോലെ ഞാൻ നോക്കിക്കോളാം. ബസ് വന്നേക്കണ്.